കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരിക്ക് കുറച്ച് സൗന്ദര്യവും മാധുര്യവും എല്ലാം കൂടുതലുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും കദളിപ്പഴവും പിടിച്ച് നിൽക്കുകയാണ് കണ്ണൻ. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും മതിമറന്ന് കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ. അവരെ എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കണോ. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും കദളിപ്പഴവും പിടിച്ച് നിൽക്കുന്ന ആ സ്വർണ്ണാഭരണ ഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചോളൂ. അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ. കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കും. നാരായണ 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 നാരായണ. ഒരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. ആ കണ്ണൻ നമ്മൾ ചെല്ലുന്ന ആ നാമത്തിന്, നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും ജപിച്ചോളൂ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി, അമൂല്യ മന്ത്രം എല്ലാവരും ഈ കലികാലത്ത് ജപിക്കുക. ഈ കലികാലത്ത് ഈ നാമം ജപിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ നാമത്രയ മന്ത്രം. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഈ നാമങ്ങൾ ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.